അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നൂറയുടെ ഉപ്പ ചായ കുടിച്ചിരിക്കുകയാണ്. എന്നാൽ അവളുടെ ഉമ്മ പറഞ്ഞു, അതെ ഇക്ക, പിന്നുണ്ടല്ലോ, മോളെ ഒന്ന് നിൽക്കാൻ വിളിക്കായിരുന്നു. കാരണം ഓള് നിന്നിട്ടല്ലോ, അന്ന് സൽക്കാരത്തിന് ഒന്ന് പോയി എന്നല്ലാതെ നിന്നിട്ടില്ലല്ലോ. ഇപ്പോൾ അങ്ങനെ കുട്ടികളെ അങ്ങനെ അടിയിച്ച് നമ്മൾ നിർത്താൻ പാടില്ലല്ലോ. അതിനെന്താ, കെട്ടിച്ചാലേ പെൺകുട്ടികൾ പുതിയാപ്പളിൻ്റെ പുരയില നിൽക്കേണ്ടത്, അല്ലാതെ ഇവിടെ അല്ല. ഇക്ക, അതൊക്കെ ശരി തന്നെ ആയിരിക്കും. ഓളവിടെ കഷ്ടപ്പെട്ട് പണിയൊക്കെ എടുത്ത് 2 ദിവസം റെസ്റ്റിന് ഇങ്ങോട്ട് പോന്നോട്ടെ. നിങ്ങൾ കൂട്ടിക്കൊണ്ടുവരുമോ ഓളെ? നൂറയുടെ ഉപ്പയോട് ഉമ്മ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അതേ പുതിയാപ്പളിനൊപ്പം തന്നെ ജീവിക്കണം. ഓല് വന്ന് പോവുക എന്തേലും ചെയ്തോട്ടെ, പക്ഷെ ഇവിടെ നിർത്തുന്ന പരിപാടിയൊന്നും വേണ്ട. കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ പുതിയാപ്പളിൻ്റെ ഒപ്പം. ഇക്ക, അങ്ങനെയല്ല, എന്നാലും പാവല്ലേ ഓള്. ഞാൻ ഓളെ കൊണ്ട് കൂടുതൽ പണിയൊന്നും എടുപ്പിക്കാറില്ലായിരുന്നു. പിന്നെ ഈ എന്താ അവൾക്ക് പഠിപ്പിച്ചു കൊടുത്തത്? വേറെ പലതും ആയിരിക്കില്ലേ. ഇക്ക, നിങ്ങൾ അങ്ങനൊന്നും പറയില്ലേ. മോളൊന്ന് കൂട്ടിക്കൊണ്ടുവരോ നിങ്ങൾ പോയിട്ട്? വരി, നമുക്ക് രണ്ടാക്കും പോവുക. ചിലക്കാതെ അവിടെ നിന്നോ, നിൽക്കണോടത്ത് അവിടെ നിന്നോട്ടെ. എന്നിട്ട് ഇവിടെ വന്നിട്ട് അവള് പോകാം. നാളെ തന്നെ സൽക്കാരത്തിന് പോയിട്ട് അവള് പോകാൻ കൂട്ടക്കാത്ത പോലെ നിൽക്കണ്ടായിരുന്നല്ലോ. ഇവിടെ നിന്നാച്ച് എന്താക്കും? ഇക്കങ്ങൾ അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ. നമ്മളെ മോളൊന്ന് കൂട്ടിക്കൊണ്ടോ. ഒന്നുമില്ലെങ്കിൽ അവർ വിചാരിക്കൂലേ ഈ കുട്ടീൻ്റെ കാര്യത്തിൽ ഇവർക്ക് ഇത്ര ശ്രദ്ധയുള്ളൂ എന്ന്. അല്ലെങ്കിൽ തന്നെ മോള് ബോധം കിട്ടുമെന്നുള്ള പേരിൽ ഓൾക്ക് എന്തൊക്കെയോ ഒരു ഓളെ ചിന്ത വേറെ വല്ലതും ആയിരിക്കും. അതുകൊണ്ടായിരിക്കും ഓള് ബോധം കെട്ടത്. അല്ലാതെ ഇപ്പോൾ വെറുതെ പോകും. അതൊക്കെ ഓളെ വിളവാണ് മോളെ, അതൊക്കെ അവളെ വിളവാണ്. അങ്ങനെ ബോധം കെട്ട് വീണ് കഴിഞ്ഞാൽ ഒരിക്കൽ പോലും വീട്ടുകാർ ഓല് വിടുക്കൂലല്ലോ. പക്ഷെ ഓല് കൊണ്ടുപോയി. ഓല് നല്ലോലാണ്, അതുകൊണ്ട് കൊണ്ടുപോയി. എന്നാലും ഇക്ക, പാവാണ് മോള്. മോൾക്കൊന്നുമില്ലായിരുന്നല്ലോ. എടീ, എൻ്റെ മോളല്ലേ, 18 അടവും പഠിച്ചോളായിരിക്കും. എനിക്ക് ഓളറിയാം. ഓളെ മനസ്സിലേക്ക് എന്താണെന്ന് എനിക്കറിയാം. സമ്മതിക്കൂല, ഞാൻ സമ്മതിക്കൂല ഓളുടെ ഒരു അവിഹിതത്തിനും. ഇക്ക, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഓളിപ്പോൾ എന്ത് തെറ്റാ ചെയ്തത്? ഒരാളെ സ്നേഹിക്കുക വെച്ചാൽ ഇത്ര വലിയ തെറ്റാണോ അവൾ ചെയ്തത്? എടീ, കൂടുതൽ ചിന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. എന്നാൽ ഓലോൾ രണ്ടാരോടൊന്ന് പാർക്കാൻ വരാൻ പറയായിരുന്നു. ഓലിതുവരെ വന്നിട്ടില്ലല്ലോ. അതുമാണ് ഞാൻ പറയാം. അപ്പോൾ തന്നെ ആ പിതാവ് അതാ വിളിക്കുന്നു അവൻ്റെ ഫോണിലേക്ക്. ഹലോ, ഇത് നൂറിൻ്റെ വാപ്പയാണ്. പിന്നെ നിങ്ങൾ രണ്ടാളൊന്നൊന്ന് പാർക്കാൻ വരിട്ടോ. സൽക്കാരം കഴിഞ്ഞാണ്ട് പോയതല്ലേ. നോക്കട്ടെ, സമയം കിട്ടുന്നുണ്ടെങ്കിൽ വരാം. അത് മാത്രമേ അയാൾ പറഞ്ഞുള്ളൂ. എന്നാൽ അയാൾക്ക് അതൊരു ചാൻസ് ആയിരുന്നു. എന്നാൽ വീട്ടിലെത്തി. എൻ്റെ ബാപ്പ വിളിച്ചിനു. എൻ്റെ ബാപ്പ വിളിച്ചിട്ട് പാർക്കാൻ വരാൻ പറഞ്ഞിക്കണേ. പിന്നെ മാറ്റി ഇറങ്ങിക്കോണ്ടി, എടുക്കാനുള്ളത് എടുത്തോണ്ടി. ആയിക്കോട്ടെ. എന്നാൽ നേരെ അവൾ ഉമ്മയുടെ അരികിലേക്ക് ഓടിയെത്തി. ഉമ്മ, പിന്നുണ്ടല്ലോ ഉമ്മ, ബാപ്പ വിളിച്ചിരുന്നു. ഇന്ന് പാർക്കാൻ ചെല്ലാൻ പറഞ്ഞിക്കണെന്ന് പറഞ്ഞു. മോളെ, ആണോ? ആയിക്കോട്ടെ, പോയി വരിട്ടോ. എന്നാൽ നാത്തൂന്, എന്താ പാർക്കാൻ പോയിട്ട് ഇവിടുത്തെ പണിയൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി. ഈ വേഗം കണ്ട് കഴിച്ചില്ലാവനോ നോക്കണ്ട. അല്ലെങ്കിൽ ഓൻ്റെ കഥ എന്താ? അപ്പോഴൊക്കെയാണ് സമ്മതിക്കുകയാണ് വേണ്ടത്. വീട്ടിലിപ്പോൾ ആരായി പോയാൽ ഇവിടുത്തെ പണിയും കാറുകാരൊക്കെ മനം കൊണ്ട് ഒറ്റക്കൊന്നും എടുക്കാൻ കഴിയൂല. പിന്നെ എനിക്കിവിടെ, ഞാൻ ഇവിടെ പണിയെടുക്കാൻ വന്നതുമല്ല. ഞാൻ ഇടയ്ക്ക് വരും പോകും. പിന്നെ പണിയൊക്കെ നല്ല രീതിയിൽ കഴിച്ചിട്ട് പോയാൽ മതി, മനസ്സിലായല്ലോ? ഇത്താത്ത, എല്ലാം കഴിച്ചിട്ട് തന്നെ ഞാൻ പോവുള്ളൂ. പാവം, അവൾ പെട്ടെന്ന് തന്നെ ജോലിയിലേക്ക് പ്രവേശിച്ചു. എല്ലാ ജോലികളും അവൾ തകൃതിയായി ചെയ്തു. പിന്നുണ്ടല്ലോ, മോട്ടർ കേടു വന്നിക്കണ്. കുടിവെള്ളത്തിന് നമ്മൾ ആ വെള്ളം എടുക്കണില്ല. അപ്പുറത്ത് കിണറ്റിൽ പോയിട്ട് കുറച്ച് വെള്ളം മുക്കിക്കൊണ്ടെന്ന് വെച്ചോ. എന്നാൽ ഉമ്മ അത് കേട്ടു. എന്താടി നിനക്ക്? വെള്ളം മുക്കിക്കൊണ്ടുവന്നത് എനിക്ക് കഴിയൂലേ? കുടിവെള്ളം ഞാൻ മുക്കിയെടുക്കൽ തന്നെയാണ് ഇന്ന്. ഇനി മോട്ടർ അടിച്ച് എടുക്കണ്ട വിചാരിച്ചിട്ട്. ഉമ്മ, നിങ്ങൾ കാട്ടി കൊടുത്തോളൊക്കെ. അതൊക്കെ അവൾ നാളേക്കുള്ളും കൂടി കൊണ്ടുവന്ന് വെച്ച് പോയിക്കോട്ടെ. ഇതൊന്ന് പൊയ്ക്ക അവിടുന്ന്. എന്തൊരു പഠിപ്പിക്കലാ അത്. ഇങ്ങനെയൊക്കെ പഠിപ്പിക്കാൻ പാടുണ്ടോ? പിന്നെ അസുഖക്കാരിനെ വല്ല ഞാൻ തലയിൽ വെച്ച് കയറ്റാം. പിന്നെ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞിരിക്കണ സൽക്കാരത്തിന് വിളിക്കാൻ. എൻ്റെ നാത്തൂന് എത്ര ദിവസമായിട്ടും നീ എന്താ സൽക്കാരത്തിന് വിളിക്കണ ഒരു വർത്താനം ഇല്ലല്ലോ. ഞാൻ പറഞ്ഞു, വേണ്ട, ഒരു സൽക്കാരം ഒന്നും വേണ്ട. എന്തിന്? എനിക്ക് നാണാണ് ഇവരെ കാണുമ്പോൾ. ഒന്നാമത് സുഖമില്ലാത്ത കുട്ടി എന്തെങ്കിലും അവിടുന്ന് വല്ല ഇളകിയാൽ ഞാനാകെ നാണക്കേട്ടിലാവും. ഒരിക്കലും വേണ്ട. എടി പെണ്ണെ, നീ പഠിച്ചോൻ കാണുന്നുണ്ട് കേട്ടോ നീ പറയണതൊക്കെ. ഞമ്മൾക്ക് ആർക്കും എന്തെങ്കിലും ഇപ്പം ആ കുട്ടിക്ക് ഒരു കുഴപ്പമില്ല.
എല്ലാവരും പറയും അസുഖക്കാരി മറ്റേത് മറിച്ചത്. എൻ്റെ റബ്ബേ, ഏത് നിമിഷത്തിലാണ് ആ കുട്ടി അങ്ങനെ വീണ് പോയതാവും. പാവം, ഭക്ഷണം കഴിക്കാതെ തല കറങ്ങി വീണ് ഇത്ര വലിയൊരു തെറ്റാണോ? ഇത്ര വലിയ കുറ്റാണോ? അസുഖം ആർക്കും വരൂലേ? അടങ്ങി ഒതുങ്ങി നിന്ന ഫൗസിയായി. ഈ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് കയറി വരുന്നത്? മാ, ഞാൻ വരണമെന്ന് നിങ്ങൾക്ക് പറ്റൂല അറിയാം. പുന്നാര മരുവാളെ കിട്ടിയപ്പോഴേ. ആ ആയിക്കോട്ടെ. എടി നൂറ, എല്ലാ പണിയും കഴിച്ചിട്ട് പോയാൽ മതിട്ടോ. ഉമ്മാക്ക് അത്രയൊന്നും ഇവിടെ കയ്യൊന്നുമില്ല. ആ, വേഗം അങ്ങോട്ട് പോകുന്നും ചെയ്തുകൊണ്ട് പോയി പോന്നാൽ മതി. അല്ലെങ്കിൽ ഇപ്പോഴത്തെ പാർക്കാൻ പോവാന്. നാത്തൂൻ ഫൈസിയുടെ ഭരണമാണ് അവിടെ ശരിക്കും. എന്നാൽ ആങ്ങളെയുമായി അവൾ നല്ല കൂട്ടുവാണ്. അവൾ അപ്പോൾ തന്നെ വിളിച്ചു. ഹലോ എടാ, എന്തെന്ന് പാർക്കാൻ പോകണ്ടോ? പാർക്കാൻ പോകുക മാത്രമല്ല, അവളോട് എടുക്കാനുള്ളതൊക്കെ എടുക്കാൻ പറഞ്ഞിരിക്കണേ. എനിക്കിഷ്ടമല്ല അവളുടെ കൂടെ ജീവിതം. എടാ ചക്ക, ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. പിന്നെണ്ടല്ലോ, ഓളിവിടെ നിൽക്കണ നിന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. വീട്ടിലത്തെ ജോലിക്ക് വേണ്ടി നിന്നോട്ടെ. ഏതായാലും ഉമ്മാക്ക് കാലുകൊണ്ടൊന്നും വല്ലാതെ സുഖമില്ലാത്തതാണ്. പിന്നെ വീട്ടിലൊരു ജോലിക്കാരി എന്നുള്ളത് നടക്കുന്ന കാര്യമല്ല. ഞാൻ ഒരു കാര്യം പറയാം, ഓള് വീട്ടിൽ ജോലിക്ക് വേണ്ടിയിട്ട് അവിടെ നിന്നോട്ടെ. ഒഴിവാക്കും പറഞ്ഞേക്കൊന്നും വേണ്ട. എന്താ ഈ പറയണത്? എനിക്ക് ഇഷ്ടമില്ലാത്തതിനെ പിന്നെ എന്തിനാ? എനിക്ക് വെറുത്ത് പോയി. ആ ദിവസം തന്നെ ആകപ്പാടെ എൻ്റെ ജീവിതം കുളം തോണ്ടുന്ന രീതിയിലായിരുന്നു. പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം, അങ്ങോട്ട് ഒഴിവാക്കി വിടുക, അതാ നല്ലത്. എനിക്ക് അവളോട് താല്പര്യമില്ല കേട്ടോ. എനിക്ക് എന്തെന്നറിയില്ല, വല്ലാത്തൊരു വെറുപ്പും ഒരു വിദ്വേഷം. സത്യം പറഞ്ഞാൽ എനിക്ക് അവൾ എൻ്റെ റൂമിൽ കിടക്കുന്നത് എനിക്കിഷ്ടമില്ല. ഞാൻ അവളെ ഒഴിവാക്കി വിടുകയാണ്. എനിക്ക് വേണ്ടി വേറെയും പെണ്ണിനെ കിട്ടും. ഒരിക്കലും എനിക്കവളെ വേണ്ടായിട്ടാണ്. എടാ, വേണ്ടാതൊക്കൊന്നും വേണ്ട, അവിടെ നിന്നോട്ടെ. എനിക്ക് വേറെ പെണ്ണ് നോക്കാം നമുക്ക്. എനിക്ക് വേറൊരു പെണ്ണ് തെരയുന്നോടുകൂടെ അവളെത്തുന്നോടുകൂടി ഇവിടെ ഒഴിവാക്കുക. ഇനിയിപ്പോൾ വീട്ടിലത്തെ ജോലി എടുക്കാൻ ആരാ? ഇവളാണെങ്കിൽ എല്ലാ പണിയും എടുക്കും. ഉമ്മാക്കൊരാളായി നിന്നോട്ടെ. എൻ്റെ റൂമിലൊന്നും കിടത്തണ്ട, അവിടെ എവിടെയും കിടന്നോളും. എന്താ പറ്റൂലേ? നാത്തൂൻ്റെ വാക്കുകൾ. അത് ശരിയാവില്ല. അതൊക്കെ വല്ല കേസും കൊടുത്തു കഴിഞ്ഞാലേ ആകെ പെട്ടുപോണ അവസ്ഥയായിരിക്കും. അതൊന്നും വേണ്ട, അതുകൊണ്ട് കൊണ്ടാക്കാണ് ഞാൻ. എടാ പൊന്നാര ചെക്കൻ, ഞാൻ പറഞ്ഞൊന്ന് കേക്ക്. അവിടെ നിന്നോട്ടെ, പറഞ്ഞേക്കൊന്നും വേണ്ട. ആ, ഞാൻ ആലോചിക്കട്ടെ. എന്നാൽ ഈ സമയം ഫൗസിയ, ഉമ്മ വിളിക്കുന്നു. എവിടെയടിയേ? ഞാൻ ഇവിടെ ഉണ്ടും. എന്തിയേ? അല്ലേ, എന്നാൽ ഈ പയറൊക്കെ എന്നാണ് മുറിച്ചു കൂട്ടാ. പയറ് മുറിക്കാന്നൊക്കെ വെച്ചാൽ ഇരുന്ന് മുറിക്കണ്ടേ അല്ലേ? ആ പെണ്ണ് അടിച്ചോരലും തുടക്കലും പാത്രം കഴുകലും. എന്നാ ഈ ഉപ്പേരിക്കുള്ളെങ്കിൽ എനിക്കൊന്ന് അരിഞ്ഞു കൊടുത്തൂടെ എൻ്റെ മോളെ. പിന്നെ ഞാൻ ഇവിടെ പണിയെടുക്കാൻ വന്നതല്ലേ. ഞാൻ വല്ലപ്പോഴും റെസ്റ്റിന് വേണ്ടി മാത്രം അങ്ങോട്ട് വരല്, അല്ലാതെ ഞാനിവിടെ പണിയെടുക്കാൻ വന്നോന്നല്ല. എന്താന്നില്ലേ എടി, അങ്ങനെ നമ്മൾ കഷ്ടപ്പെടുത്താൻ പാടുണ്ടോ? പാവപ്പെട്ടൊരു പെണ്ണാണത്, ചെറുപ്രായമാണ്. ആ കുട്ടിയെ നമ്മൾ ഇത്രമാത്രം കഷ്ടപ്പെടുത്താൻ ഒരിക്കലും പാടില്ല. പഠിച്ചോൻ കാണുന്നുണ്ടാവും കേട്ടോ. ഈയും ഓനും കളക്കാണല്ലോ. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ നൂറയുടെ ഹസ്ബൻഡ് വന്നു. എന്തായി, പോകാനായോ? എടാ, പോവുകയാണെങ്കിൽ കുറച്ച് നേരത്തെ പോയിക്കോളി. പെട്ടെന്ന് ഫൗസിയ. അല്ലമ്മ, നേരത്തെ പോയിട്ട് എന്താ ഇവിടുത്തെ പണിക്കാരെടുക്കുക? അടുക്കള എത്രങ്ങാനും പെരന്ന് കിടക്കുന്നുണ്ട്, അതൊക്കെ ഒന്ന് വൃത്തിയാക്കി നന്നാക്കി എടുക്കണ്ടേ? ചോറും കറിയും കൂട്ടാനൊക്കെ വെച്ചിട്ട് തന്നെ അവൾ പോയാൽ മതി. അങ്ങനെ അവിടെ പോയിട്ട് ഇപ്പം എന്താ? ഞാനിപ്പോൾ ഇവിടെ വന്നാലും എനിക്ക് പണിയുള്ള തന്നെയാണ്. അവൾ വേഗം പയറെടുത്ത് മുറിക്കാൻ തുടങ്ങി. എന്നാൽ അത് കണ്ടുകൊണ്ട് അതാ ആങ്ങള, എന്താ ഇവിടെ പണിയെടുക്കാനാണോ ഈ കല്യാണം കഴിച്ചു കൊടുത്തുനിന്ന് വന്നത്? അതിനിവിടെ ആളുണ്ടല്ലോ, ഓളെടുത്തോളും, ഇങ്ങോട്ട് പോന്നാ. ശരിക്കും നൂറയുടെ കണ്ണുകൾ നിറഞ്ഞു. ഒരു പയറ് മുറിക്കാൻ നിന്നപ്പോഴേക്കും എൻ്റെ ഇക്ക അവളെ കൊണ്ടുപോയി. അല്ലെങ്കിലും പെങ്ങന്മാർക്ക് വലിയ സ്ഥാനമായിരിക്കും, മരുമക്കൾക്കായിരിക്കും എപ്പോഴും ബുദ്ധിമുട്ട്. അവൾ ഓരോ പണികൾ അങ്ങനെ ചെയ്തു തീർത്തു. എന്നാൽ ഈ സമയം ആങ്ങളെയും പെങ്ങളും കൂടെ നല്ല സംസാരമാണ്. എന്താ ഞാൻ വേണ്ടത് ഫൗസിയ? എനിക്ക് അവളെ കണ്ടുകൂടാ. എനിക്ക് അവൾക്ക് ഇപ്പോൾ ജീവിക്കാനും ഇഷ്ടമല്ല. ഓരോന്ന് തലയിൽ കയറ്റി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ. അന്നാ ഷെഫീഖിൻ്റെ പണി അന്നേ ഇട്ട് പോന്നാൽ മതിയായിരുന്നു അവിടെ. അതാ ഞാൻ പറഞ്ഞത്. അതെ, ഓള് നല്ല പണിയെടുക്കുന്ന കൂട്ടത്തിലാണ്. വെറുതെ എടുക്കുന്ന മടിച്ച് സ്വഭാവം ഓൾക്കില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഈ ഒന്ന് കേൾക്കുമോ? ഇവിടെ നിന്നോട്ടെ, കൊണ്ടാക്കുന്നു വേണം. പിന്നെ എന്താ കാലാകാലം ഞാനിവിടെ ഇങ്ങനെ പെണ്ണും പിടക്കവും ജീവിക്കേ? എനിക്ക് വേറെ കല്യാണം കഴിക്കണം. എനിക്കതൊന്നും വേണ്ട. അത് വേഗം ഡൈവേഴ്സ് ചെയ്ത് ഒഴിവാക്കിയിട്ടേ കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് വേറെ വേണം. അല്ലാതെ ഞാനിപ്പോൾ എന്താന്നില്ലേ നിങ്ങളൊക്കെ പറഞ്ഞു കേട്ടാൽ. ജോലിക്ക് വേറെ ആളെ കിട്ടും. എടാ, ജോലിക്ക് ഇത്രയും ഒരു നീറ്റായ ആളെ കിട്ടുമോ നമുക്ക്? കാരണം എന്തോരൊരു മട്ടത്തിലാണ് അവൾ ജോലി ചെയ്യണത്. അവൾക്ക് യാതൊരു രീതിയിലെ കുഴപ്പവും കാര്യങ്ങളും ഒന്നുമില്ല. ഈ ദയവായി പോയിട്ട് പോരി, നിങ്ങൾ നിൽക്കണമെന്നൊന്നുമില്ല. പാർക്കാനെന്ന് പറഞ്ഞാൽ വിളിച്ചിരുത്തിയിരിക്കണത്. നോക്കട്ടെ, എനിക്ക് അവളുടെ തന്തൻ്റെ വീട്ടിൽ പോയി പാർക്കാനൊന്നും പൂതിയൊന്നുമില്ല.
അയാൾ എന്നെ ചതിച്ചതാണ് കള്ളൻ. തന്തനി മോളും കൂടെ അടിച്ച് കൊല്ലുകയാണ് വേണ്ടത് എന്നെ ചതിച്ചീന്. ശരിക്കും അതാ അവൻ ദേഷ്യപ്പെടുകയായിരുന്നു. എടാ അങ്ങനൊന്നും പറയണ്ട, ഈ പെണ്ണിനെ കിട്ടി നമുക്ക് നല്ല കാര്യമാണ്, നഷ്ടപ്പെടുത്തണ്ട. നാത്തൂൻ അതായിരുന്നു പറഞ്ഞത്. അതെ, നീ വേറെ പെണ്ണിനെ നോക്കിക്കോ, നമുക്കത് ശരിയാക്കാം. പക്ഷേ അതിപ്പോൾ ആരും അറിയില്ലല്ലോ. ഇവള് നിൻ്റെ ഭാര്യ എന്നുള്ള നിലക്ക് ഇവിടെ നിൽക്കാഞ്ഞാൽ പിന്നെന്താന്ന് വെച്ചാൽ ആളുകൾ പലതും പറയും. ഇപ്പോൾ തൽക്കാലം ഇവള് നിൻ്റെ ഭാര്യ എന്നുള്ള നിലക്ക് വീട്ടിൽ നിന്നോട്ടെ, നീ വേറെ നോക്കിയും ചെയ്തോ. പിന്നെന്താ, നിനക്കൊരു രജിസ്റ്റർ മാരേജ് അങ്ങനെ ചെയ്താൽ പോരെ? അങ്ങനെ ആകുമ്പോൾ നിനക്ക് എന്തായി തീരും? നിനക്ക് ഭാര്യയ്ക്ക് ഭാര്യയാവും, വേലക്കാരത്തേക്ക് വേലക്കാരത്തിയാവും. എങ്ങനെയുണ്ട് ഐഡിയ? പിന്നെ അവളെ പറഞ്ഞേക്കാന്ന് വെച്ചാൽ അവൾക്ക് അത്ര അവളെ വീട്ടിലേക്ക് പോകാൻ പൂതിയൊന്നുമില്ല തോന്നുന്നുണ്ട്, എന്താ അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ഓളെ ഈ ഒഴിവാക്കൊന്നും വേണ്ട, ഒന്നും മിണ്ടാക്കുക ഹോസിയ. ഞാൻ എൻ്റെ ഇഷ്ടം പോലെ എന്താ വെച്ചാൽ ചെയ്യാം. എനിക്ക് ദേഷ്യമാണ് അവളെ കാണുന്നത് തന്നെ. വേലക്കാരത്തിന് എന്താ വേറെ കിട്ടുക, അവളെ തന്നെ വേണമെന്നത്ര നിർബന്ധം. ഫൗസിയ പറഞ്ഞു, ഏടാ ഞാൻ കാര്യത്തിലാണ് പറഞ്ഞത്, നമുക്കൊരു വലിയ നഷ്ടമായിരിക്കും അത്. ഈ ഒരു കാര്യം നീ നഷ്ടപ്പെടുത്തല്ലേ കേട്ടോ. എന്നാൽ ഈ സമയം അതാ അവൻ നേരെ അടുക്കളയിലേക്ക് ചെന്നു. എന്താ കഴിഞ്ഞില്ലേ പണിയൊന്നും, പോകണ്ടേ? മതി മോളെ പണിയെടുത്തത് മതി, നിങ്ങൾ മാറ്റിപ്പോയിക്കോളി, കുറച്ച് നേരത്തെ പോകണ്ടേ, നട്ടപ്പാതിരാക്കാണോ കയറി ചെല്ലുന്നത്? ഉമ്മ പറഞ്ഞു. ഉമ്മ എന്നാ ഞാൻ മോളെ. ഫൗസിയ പെട്ടെന്ന് അങ്ങോട്ട് വന്നു. അല്ല അങ്ങനെ അങ്ങോട്ട് പോയാലോ? ഇനിയുള്ള ബാക്കി അടുക്കള ക്ലീനിങ് ആരെ ചെയ്യുക? അതും കൂടി ചെയ്തിട്ട് പോയാൽ മതി. ആഹാ, ഉമ്മ അങ്ങനെ ശീലാക്കിക്കോളിട്ടോ. ഉമ്മനാണ് എല്ലാവരും കേടുവരുത്തുന്നത്. പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അതെ, പണി കഴിച്ചിട്ട് പോയാൽ മതി, ഉമ്മാനെ കൊണ്ട് കഴിയൂല, എനിക്ക് അറിയണല്ലേ. എന്നാൽ അവൾ വേഗം വേഗം പണി തീർത്തുകൊണ്ടിരുന്നു. എന്നാൽ അവൻ വന്നു. മതി, ഇനി പോകാം. അവൾ റൂമിലേക്ക് ചെന്നു, കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റുന്നു. എന്നാൽ അവൻ പറഞ്ഞു, എടുക്കാനുള്ളത് എന്താ വെച്ചാൽ കുറച്ച് എടുത്തോ. ഇക്ക അപ്പം നമ്മൾ എങ്ങനെയാണ്? ഇക്ക അല്ലേ, എടുക്കാനുള്ളത് എടുത്തോന്ന് പറ, കുറച്ച് അത്യാവശ്യം ഇടാനുള്ളൊക്കെ, അല്ലാതെ ഇവിടെ വരെ വെച്ചിട്ടെന്താ. എന്നാൽ അവൾക്ക് തോന്നി, അപ്പോൾ ഞാൻ കുറച്ച് ദിവസം നിൽക്കാൻ. നീ കുറച്ച് ദിവസമല്ലേ, എത്ര നിന്നാലും എനിക്കൊരു കുഴപ്പമില്ല, വേണമെങ്കിൽ എടുക്കാനുള്ളത് എടുത്തോ. അവൻ അത് പറഞ്ഞപ്പോൾ അവൾ പെട്ടെന്ന് ബാഗിലേക്ക് 1-2 കൂട്ടി ഡ്രസ്സ് എടുത്തു. എന്തായാലും 2 ദിവസങ്ങൾ നിൽക്കാൻ പറ്റിയാൽ നല്ലതല്ലേ എന്ന് കരുതിയിട്ട്. എന്താ കഴിഞ്ഞോ? ഉമ്മ ഞങ്ങൾ പോയിട്ട് വരാട്ടോ, ഫൗസിയ പറഞ്ഞു. അതേ, പോയി ഇങ്ങോട്ട് പോന്നോണ്ട് നിൽക്കാനും നിൽക്കണ്ട. കാര്യം ഉമ്മാൻ്റെ കാലുകൊണ്ടയ്യ, ഉമ്മക്ക് അങ്ങനെ പണിയെടുക്കാനൊന്നും കഴിയൂല. ഈ വേഗം കൊടുന്നോണ്ടിയോളെ, നിർത്തുമൊന്നും വേണ്ട. എന്നാലും ഉമ്മ എന്താ ഫൗസിയ എനിക്ക് കാലുകൊണ്ട് വയ്ക്കുകയെന്ന് വെച്ചിട്ട് എന്താ നിനക്ക്? ഞാൻ എന്നെക്കൊണ്ട് കഴിയണത് ഞാൻ എടുത്തോണ്ട് പണി, അല്ലാതെ ആ കുട്ടീനെ കൊണ്ട് ഇങ്ങനെ പേറിപ്പിക്കാൻ പാടുണ്ടോ? ഉമ്മ വെറുതെ കേട് വരുത്തണ്ട, നിങ്ങൾ തന്നെ അതിൽ പെടുക നോക്കി. ആയിക്കോട്ടെ ഞാൻ പെട്ടോട്ടെ, ഈ ഒന്നും മിണ്ടാതെ നിൽക്കുമോ? ഉമ്മ എന്നാൽ പോട്ടെ കേട്ടോ. ഇത്ത പോയിട്ട് വരാം. വേഗം പോന്നോണ്ടി, എടാ വേഗം കൊടുന്നോണ്ടിട്ടോ. വീണ്ടും നാത്തൂൻ്റെ ആ ഒരു വാക്കുകൾ. ശരിക്കും അതാ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നാത്തൂൻ പറഞ്ഞു, ഉമ്മയാണ് എല്ലാവരും കേടുവരുത്തുന്നത്. ഓൾക്ക് നിങ്ങളിങ്ങനെ താങ്ങും തണലായി നിന്ന് കൊടുത്താൽ ഓൾ മടിച്ചാവൂലമ്മ. മരുക്കളായ എല്ലാ പണി എടുക്കണം. ബാക്കിയുള്ള മരുക്കൾ വന്നു കഴിഞ്ഞാൽ അമ്മായിമാർ റെസ്റ്റ് എടുക്കാൻ വേണ്ടത്. ഇജ് പോടി അവിടുന്ന് ചേർക്കാതെ, ഇജ് എൻ്റെ കെട്ടിച്ചോടത്ത് ഇത്ര തോനെ പണിയെടുക്കലുണ്ട്. ഞാൻ മടിച്ചിട്ടല്ല ഇവിടെ വന്നിരിക്കണത്. എനിക്ക് എൻ്റെ നാത്തൂമാരുണ്ട്, ഉമ്മ ഉണ്ട്, ബാപ്പുണ്ട്, മൂത്തച്ഛാളുണ്ട് കണ്ട് ഇജ് കൽപ്പിച്ച് വിട്ടിട്ടല്ല ഇവിടെ വന്ന് നിൽക്കണത്. എൻ്റെ ഉമ്മ അങ്ങക്ക് അല്ലെങ്കിൽ എന്നോട് എത്ര ദേഷ്യം. ഞാൻ പിന്നെന്താ, ഇജ്ജ് കുറച്ച് പണിയെടുക്കാൻ മടിയുള്ള കൂട്ടത്തിലാണ്. മറ്റോൾ അങ്ങനല്ല, ആ പെണ്ണ് അങ്ങനെ എടുക്കും. പക്ഷെ എനിക്ക് കുറ്റം, എൻ്റെ നാവിൻ്റെ നീളമൊന്ന് കുറച്ചുകൂടെ. പെങ്ങന്മാരായ കുറച്ചൊക്കെ ഒരു അടങ്ങി അമർന്ന് നിൽക്കണം. ഇത് ആ കുട്ടി എത്രമാത്രം ഇടങ്ങാറാണ്ട് എനിക്കറിയോ? എല്ലാ പണി എടുക്കണം പോരാത്ത എൻ്റെ വായത്ത് അതും കേൾക്കണം. സാധാരണ തള്ളാരാ ചീത്തരല്ലേ, ഇത് തള്ളാരെക്കാളും കഷ്ടമാണ് പെങ്ങന്മാർ. നാത്തൂമാർ ഈ കെട്ടിച്ചോല് പരി വന്ന് നിന്നുകാണ്ടേ ഈ പെൺകുട്ടികളെ ഇടങ്ങാറാക്കുക വല്ലാത്തൊരു ഇടങ്ങാറന്നെയാണത്. അങ്ങനെയാണ് ഇങ്ങോട്ട് വരുന്നെ വേണ്ട. എന്നാൽ അത് കേട്ടപ്പോൾ ഫൗസിയ കരഞ്ഞു. അല്ലെങ്കിലും ഉമ്മാക്കിപ്പോൾ ഓള് വന്നതിൻ്റെ ശേഷം എന്നോടുള്ള സ്നേഹമൊക്കെ കുറഞ്ഞിക്കണ്. എടി എന്നോടുള്ള സ്നേഹം കുറഞ്ഞിട്ട് ഒന്നുമല്ല, പക്ഷെ എന്നെ നാവടക്കണം. കണ്ണി കണ്ട പെൺകുട്ടികൾ പെരിയിൽ വന്ന് കയറുമ്പോൾ അവരെ നമ്മളിവിടെ ജോലിക്കാരികളായിട്ടല്ല കൊണ്ടുവരുന്നത്, ഇവിടുത്തെ മകൻ്റെ ഭാര്യയായിട്ടാണ്. അവർക്ക് എങ്ങനെയെന്ന് വെച്ചാൽ ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്. അവരിവിടുത്തെ ഒരു മരുമകളായി കയറി വന്നതാണെങ്കിൽ ഇവിടുത്തെ മകളുടെ സ്ഥാനം തന്നെയാണ്. അല്ലാതെ നമ്മളൊരിക്കലും വേലക്കാരിയായിട്ടാണോ മരുമക്കളെ കൊണ്ടുവരുന്നത്? പലർക്കും ഉള്ള ഒരു കാഴ്ചപ്പാട് അതാണ്. എന്താണ്,
മരുമക്കൾ വേലക്കാരികളാണ് എന്ന്. ആ ഒരു ചിന്താഗതി തന്നെ മാറ്റണം ആദ്യം. മരുമക്കളെ വേലക്കാരികളായിട്ടാണോ കെട്ടിക്കൊണ്ടിരുന്നത്? അല്ല, ഒരിക്കലും അല്ല. അവിടെ നല്ലൊരു കുടുംബജീവിതം നയിക്കാൻ, ആ ഭർത്താവിൻ്റെ നല്ലൊരു ഭാര്യയാകാൻ, അല്ലാതെ വേലക്കാരിയുടെ റോളിലേക്കല്ല കൊണ്ടുവരുന്നത്. ഇതൊന്ന് മനസ്സിലാക്കണം. നിങ്ങളത് പറഞ്ഞോളി, ഞാനൊക്കെ അവിടെ അങ്ങനെ എൻ്റെ കെട്ടിച്ചോടത്ത് വേലക്കാരിയായിട്ട് തന്നെയാണ്. അവിടെ ചെന്നാൽ പിറ്റേന്ന് തന്നെ ചൂലെടുക്കലും പാത്രം കഴുകലും മുറ്റടിക്കലും അകം തുടക്കലും എല്ലാ പണി ഞാനും ചെയ്തിരുന്നു. എന്താ ഇവൾക്ക് മാത്രം ഇത്ര ഇളവ്? എന്താടി ഇളവ്? ആ കുട്ടി എല്ലാം ചെയ്യുന്നുണ്ടല്ലോ. എൻ്റെ നിർത്തം തന്നെ ശരിയില്ല. ഉമ്മ ഞാൻ പോയിക്കോളാം, ഞാൻ നിൽക്കണമൊന്നുമില്ല ഇവിടെ. പിന്നെ ഓളെന്തേലും പണിയെടുക്കണ്ടോ ഒക്കെ അറിയാൻ വേണ്ടി വരണ്ടേ, അതുകൊണ്ട് വരികയാണ് ഞാൻ. എന്നിട്ടാണ് ഈ ഒരു പണിയെടുക്കാതെ ഇവിടെ അങ്ങ് നിൽക്കുന്നത്. ദയവായി ഇതിനും വേണ്ടിയിട്ടാണ് ഈ വരണ്ട. പിന്നെ ഓന് നിങ്ങളെ മരുവോളവിടെ നിർത്തി പോരാൻ ഇത് ഞാൻ പറഞ്ഞേക്കണ്. ആയിക്കോട്ടെ, ഓളവിടെ നിന്നോട്ടെ 2 ദിവസം. ഓളവിടെ നിന്നോട്ടെ 4 ദിവസം 8 ദിവസം നിന്നോട്ടെ, കുറച്ച് റെസ്റ്റൊക്കെ എടുത്തോട്ടെ. ആ കുട്ടി വന്ന പിറ്റേന്ന് തുടങ്ങിയ പേരലാണ് ഇവിടെ. ഉമ്മ നിങ്ങൾക്ക് എന്തിൻ്റെ കേടാ? നിങ്ങളെ കാലുവേദന കൂടുട്ടോ, കൂടിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. ആ പെൺകുട്ടിയെ അത്ര നമ്മൾ കഷ്ടപ്പെടുത്താൻ പാടില്ല. പിന്നെ എൻ്റെ ആങ്ങൾക്ക് ഓളോട് വലിയൊരു സ്നേഹമൊന്നുമില്ലല്ലോ, ഞാൻ അത് അറിയായിട്ടൊന്നല്ല. മിണ്ടാതെ നിൽക്കുകയാണ്. നന്നാവും, ഇന്ന് നന്നാവും നാളെ നന്നാവും എന്ന് കരുതിയിട്ട്. നമ്മൾ കഷ്ടപ്പെടുത്താൻ പാടുണ്ടോ പെൺകുട്ടികളെ വീട്ടിൽ കൊണ്ടുവന്ന് കണ്ട്? അല്ല പിന്നെ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യൂല. കാരണം എനിക്കും പെൺകുട്ടികളുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഞാൻ ചെയ്യൂല മരുമക്കളെ കഷ്ടപ്പെടുത്തുന്ന ജോലിയൊന്നും. പാവങ്ങളാണ് അവർ. എത്ര പ്രതീക്ഷയോടെ കടന്നു വരികയായിരുന്നു. നമ്മളിവിടെ ഭയങ്കര പണി എന്തും കൊടുത്തിട്ട് പോലെ അങ്ങോട്ട് ഇടങ്ങാറാക്കുക. പാവം പെൺകുട്ടികൾ, ചെറിയ പെൺകുട്ടികളല്ലേ, ഒന്നുമില്ല, ഒന്ന് കണ്ടറിയണ്ടേ. ഇത്ര അല്പമുള്ള നാത്തുകുമാരൊക്കെ ഉണ്ടെങ്കിൽ സഹായിക്കുകയാണ് വേണ്ടത്. ചില നാത്തുകുമാരുണ്ടോ അനങ്ങാതെ നിൽക്കണം എൻ്റെ പോലെ. ഞാനൊന്നും അങ്ങനെ എൻ്റെ വീട്ടിൽ ചെയ്തിട്ടൊന്നുമില്ല. എൻ്റെ ആങ്ങളുടെ പെണ്ണുങ്ങളായാലും ഓളോട് നല്ല രീതിയിൽ ഞാൻ നിന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എപ്പോഴും വലിയ കാര്യമാണ് എന്നെ താത്ത വെച്ചുകൊണ്ട്. നിൻ്റെ പോലെ ഒന്നല്ല. എന്നാൽ അത് കേട്ടപ്പോൾ ഫൗസിയക്ക് ദേഷ്യം പിടിച്ചു. ഞാൻ വരണമെന്നില്ലേ ഇങ്ങോട്ട്? ഇല്ല, ഞാനിവിടെ നിർബന്ധിക്കണില്ലല്ലോ, എനിക്കവിടെ കെട്ടിച്ചെടുത്ത് നിൽക്കാമല്ലോ. ഇജ്ജ് എന്തിനാ മണ്ടിപ്പാഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് കയറി വരണേ? രാവിലെ കൊണ്ട് പോരും, പണിക്ക് കഴിഞ്ഞിട്ട് പോകാൻ. എൻ്റെ വിളവത്തിയാണ് ഇജ്ജ്. എനിക്ക് എൻ്റെ നാത്തുമാരും എൻ്റെ മൂത്തച്ചിയാളും ഓലൊക്കെ അവിടെ ഉണ്ടായതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ നിൽക്കാനാവില്ല. എൻ്റെ ഉമ്മ അത്രയും ആളുകളുടെ വീട്ടിൽ എന്നെ കെട്ടിച്ചിട്ട് എനിക്ക് ഒരു സമാധാനവും സ്വസ്ഥതയും കിട്ടണ്ടേ? ഇനി വേറെ വേറെ വീടെടുത്തെങ്കിൽ ഞാൻ പോവുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാകും. അങ്ങനെ അവിടെ നിന്നോ. ഞാൻ പെണ്ണിനെ ഇടങ്ങാറാക്കരുത്, അതേ എനിക്ക് പറയാനുള്ളൂ. എന്നാൽ ഈ സമയം അവർ 2 പേരും നേരെ യാത്രയിലാണ്. എന്നാൽ ഒരു വാക്ക് പോലും ആ ചെക്കൻ ആ നൂറയോട് മിണ്ടിയില്ല. എന്തെങ്കിലും ഒരു വാക്കുണ്ടല്ലോ, ഫ്രണ്ടിലെ സീറ്റിൽ ഇരിക്കുവാൻ ഇരുന്നപ്പോഴേക്കും അവൻ പറഞ്ഞത് ബാക്കിൽ പോയിക്കോ, എന്തിപ്പോൾ ഇവിടെ ഇരുന്നിട്ട്. എന്നാൽ സങ്കടത്തോടെയായിരുന്നു അവൾ പിൻസീറ്റിൽ ഇരുന്നത്. എന്തായിരിക്കും എൻ്റെ ഭർത്താവിന് എന്നോട് ഇങ്ങനെ ഇത്രമാത്രം ദേഷ്യമെന്ന് പോലും അവൾ ചിന്തിച്ചു. റബ്ബേ, അവൾക്ക് എന്തെങ്കിലും പറയണം. ഇനിയിപ്പോൾ എന്നോട് ഇങ്ങോട്ട് മിണ്ടിയില്ലെങ്കിൽ അങ്ങോട്ട് മിണ്ടണമല്ലോ എന്ന് കരുതിയിട്ട് പറഞ്ഞു. ഇക്ക, അത് നമുക്ക് നാളെ പോന്നാൽ മതി കേട്ടോ, നാളെ മറ്റന്നാളെ. ഒരു നിമിഷം ദേഷ്യത്തോടെ അവളുടെ കണ്ണടിയോടെ അവളെ നോക്കിയിട്ട് പറഞ്ഞു. നീ നിന്നോണ്ടി, നാളെ മറ്റന്നാളെ ഒരാഴ്ച കഴിഞ്ഞിട്ടോ 6 മാസം കഴിഞ്ഞിട്ടോ എപ്പോഴും വന്നോണ്ടി. ഇനി എന്നെ കാക്കണ്ട, ഞാൻ വരൂല. ഇക്ക, അതെന്താ? എന്നാൽ ഞങ്ങളെ കൂടെ തന്നെ പോരാ. അവൾക്ക് ഭയമായിരുന്നു, കാരണം പിതാവിനെ. അങ്ങനെ അല്പസമയത്തെ യാത്രയ്ക്ക് ശേഷം അവരുടെ വീടെത്തി. നിൻ്റെ തന്ത ആ ചതിയന് അവിടെ സിറ്റ് ഔട്ടിൽ ഇരിക്കുന്നുണ്ട്. മക്കളെ ഇങ്ങോട്ട് പോരി. മോളെ, മോനെ ഇങ്ങോട്ട് കയറി വാ. എന്നാൽ അവൻ്റെ മുഖം തെളിവില്ലായിരുന്നു. കയറി ഇരിക്കും മോനെ. പിന്നെ എന്തൊക്കെയുണ്ട് വർത്തമാനങ്ങളൊക്കെ? സുഖല്ലേ, റാഹത്തല്ല? അല്ല, അവിടെ തേങ്ങടലായി കഴിഞ്ഞോ? തേങ്ങ കുറച്ച് ഇടാനുണ്ട്, ഇട്ടിട്ടില്ല, ആളെ കിട്ടിയിട്ടില്ല. ഇവിടെ അങ്ങനെ തന്നെ, ആളെ കിട്ടാനില്ല ഇപ്പോൾ. അല്ല മോനെ, റബ്ബർ വെട്ടൊക്കെ എങ്ങനെ? മാർക്ക് ചെയ്തിട്ടുണ്ട് റബ്ബർ വെട്ടാൻ. അതും ഇവിടെ അങ്ങനെ തന്നെ. കുറച്ച് ഭാഗം മഴ വെച്ചിട്ടേ വെട്ടുന്നുള്ളൂ, ഒരു ഭാഗം ഉണ്ടല്ലോ, അത് മതി. ഞമ്മക്ക് അതും അതിൻ്റെ അപ്പുറം ഉണ്ട്. ചിലവ് ഞാൻ ഇപ്പോൾ ആരുള്ളത്, ഞാനും ഇപ്പോഴും ഉണ്ട്. പിന്നെ ഇപ്പോൾ എന്താ? പിന്നെ അണ്ടിയൊക്കെ കഴിഞ്ഞില്ലേ? അതൊക്കെ കഴിഞ്ഞു. ശരി. അല്ലെങ്കിലും വരുമാനമാർഗ്ഗം ഇല്ലാത്തവരെ കൊണ്ടൊക്കെ മക്കളെ കെട്ടിച്ചാലേ കുട്ടികൾ അങ്ങോട്ട് വയന്നു പോവും. എന്തെങ്കിലും 5ൻ്റെ പൈസ ഉള്ളടത്തേക്കല്ലേ കെട്ടിക്കാൻ പറ്റുള്ളൂ. എന്തേ നോക്കിക്കാണ്ട്, അല്ലെങ്കിലേ ആകെ പെട്ടുപോണ അവസ്ഥയായിരിക്കും. എന്നാൽ അപ്പോഴേക്കും ഉമ്മ ഹോർലിക്സ് കൊണ്ടുവരുന്നു. ഉമ്മ, മോനെ ഇതാ. അവൻ അത് കുടിച്ചു. എന്നാൽ ഈ സമയം നൂറ അടുക്കളയിലായിരുന്നു. ഉമ്മ, മോളെ എന്താ എൻ്റെ കുട്ടീനെ കണ്ണും മുറക്കെ വല്ലാണ്ടയക്കണേ? വിഷമിച്ചിട്ടാണോ? മോളങ്ങനെ വിഷമിക്കരുതിട്ടോ. ഇനി 4 ദിവസം ഇവിടെ നിൽക്കുക, എന്നിട്ട് പോകാം.
ഉമ്മ അത് നാളെ തന്നെ ഇന്ന് തന്നെ ചിലപ്പോൾ ഇന്നോ പഠിച്ചോനിന്ന് പാർക്കാൻ വിളിച്ചതല്ലേ. ഉമ്മ നേരെ അവൻ്റെ അടുത്തേക്ക്, മോനെ നാളെ പോകട്ടോ. അല്ല എനിക്കിന്ന് തിരക്കുണ്ട്. എന്ത് തിരക്ക് മോനെ, നാളെ പോകാം. ഞാൻ ഞാൻ പിന്നെ വരണ്ട്, ഇപ്പം എനിക്ക് പോകണം. അതെന്താ മോനെ അങ്ങനെ? എന്നാൽ ഭക്ഷണം കഴിച്ചിട്ട് പോകാം. ഉമ്മാക്കത് വല്ലാത്ത വിഷമം. എന്നാൽ ഉപ്പ പറഞ്ഞു, അവൻ പോണേ പോയിക്കോട്ടെ, മോളെയും കൊണ്ടേക്കോട്ടെ, അതിനിപ്പോൾ എന്താ? നിങ്ങളെന്താ അങ്ങനെ പറയണത്? മോളങ്ങനെ കൊണ്ടാകാൻ പറഞ്ഞേക്കാൻ പറ്റൂല. ഇനിയിപ്പോൾ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. എന്നാൽ ഭക്ഷണം ഉമ്മ ഉണ്ടാക്കിയ ബിരിയാണിയെല്ലാം അവന് വിളമ്പി കൊടുത്തു. അവൻ അതിൽ നിന്ന് അല്പം കഴിച്ചു. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. എന്നാൽ നൂറ, ഇക്ക അത് എന്നാ ഇനി നാളെ വരുമോ കൊണ്ടുവരാൻ? അത് ഇത്താത്ത പറഞ്ഞിട്ടുണ്ട് വേഗം വരാൻ. എനിക്ക് പേടിയാണ്. നാളെ മറ്റന്നാളെ എന്നുവെച്ചാൽ ഞാൻ വരണ്ട് കേട്ടോ. ഓക്കെ, എന്നാൽ ശരി എന്നും പറഞ്ഞ് അവൻ കാർ സ്റ്റാർട്ടാക്കി പോയി. ഒരു നിമിഷം അവളത് നോക്കി നിന്നു. അവൾ അത് ചിന്തിച്ചു. എന്തായാലും നാളെ മറ്റന്നാളൊക്കെ അങ്ങനെ ഏതാ ഉമ്മ അവളോട് ഓരോന്ന് ചോദിക്കാൻ തുടങ്ങി. മോളെ, മോൾക്ക് സുഖല്ലേ? അതെ ഉമ്മ, സുഖമാണ്. ഓനക്ക് എന്താടി മുഖത്തിനൊരു തെളിവില്ലാത്ത? ഒന്നുമില്ലമ്മ, എനിക്കറിയില്ല. അത് അങ്ങനെ തന്നെയാണ്. നിന്നോടൊക്കെ നല്ല സ്വഭാവമല്ലേ? അതെ ഉമ്മ, അതൊക്കെ നല്ല സ്വഭാവം തന്നെയാണ്. എന്നാൽ മോള് ഭക്ഷണം കഴിച്ചോ? അങ്ങനെ ഇതാ ഉമ്മയുടെ കൈകൊണ്ടുണ്ടാക്കിയ ആ ഒരു ഭക്ഷണം കഴിച്ചപ്പോൾ അവൾക്ക് വല്ലാത്തൊരു സന്തോഷമായി. ആ ദിവസം അവൾ അവിടെ ഒറ്റയ്ക്ക് ആ റൂമിൽ കഴിയുന്നു. എന്നാൽ ബാപ്പ പറഞ്ഞു, ഒറ്റയ്ക്ക് അങ്ങനെ പെൺകുട്ടികളെ നിർത്തരുത്, പറഞ്ഞേക്കണം. ഓനുണ്ടെങ്കിൽ പറ്റും. നിങ്ങൾ എന്തൊക്കെയാണ് പറയണത്? 8 ദിവസം 15 ദിവസം 22 ദിവസമൊക്കെ പെൺകുട്ടികളെ കെട്ടിച്ച് കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് നിൽക്കും. ഓൾക്കൊരു സുഖവും സമാധാനം വേണ്ടേ? അവിടെ ചെന്ന എന്നും പണിയല്ലേ ഇക്കാരം. ഇവിടെ ആകുമ്പോഴല്ലേ ഓരോ സ്വസ്ഥതയും നിൽക്കുള്ളൂ. സ്വസ്ഥത, ഓളെ സ്വസ്ഥത എനിക്ക് അത്ര വിശ്വസിക്കാൻ വയ്യ. അതുകൊണ്ടാണ് ഇവിടെ നിർത്താനാവില്ല എന്ന് പറയണത്. നിങ്ങൾ എന്തൊക്കെയാണ് പറയണത്? പഴയത് എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിച്ചു കാണാം ഇപ്പോഴും അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുക നിങ്ങൾ വേണ്ടത്. നിങ്ങളെ മനസ്സത്തെ സംശയരോഗം ആദ്യം ഒന്ന് ഒഴിവാക്കണം, എന്നാൽ തന്നെ നിങ്ങൾ നന്നാവുള്ളൂ. അതേ എടി പെണ്ണേ, എന്നെ വല്ലാതെ ഈ പഠിപ്പിക്കാൻ കേട്ടോ. മനസ്സിലായല്ലോ, തള്ളൻ്റെയും മോളെയും സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം. ഇക്ക നിങ്ങൾ അനാവശ്യം പറയരുത്. ഈ എല്ലടി ഓൾക്ക് കൂട്ട് നിൽക്കില്ല എല്ലാത്തിനും. ഇക്ക നമ്മളെ മോള് കേൾക്കും, നിങ്ങളൊന്നും പറയില്ലേ. ഓള് വന്ന് അങ്ങക്ക് തുടങ്ങിയല്ലോ അസുഖം. എന്തിൻ്റെ കേടാ അങ്ങക്ക്? ഒന്നുമില്ല, അവൻ്റെ കൂടെ ഞാൻ പറഞ്ഞു കിട്ടണമെന്ന് പറയാം. എന്നാൽ ആ പിതാവിനെ ഒരു ദേഷ്യമായിരുന്നു. എന്തെന്നറിയില്ല, പെൺമക്കൾ ഒറ്റയ്ക്ക് വീട്ടിൽ നിൽക്കുമ്പോൾ അവരെന്തെങ്കിലും ആവശ്യത്തിന് വന്നതാണോ എന്നൊക്കെ ഒരു തോന്നല്. നിങ്ങൾ ആ അസുഖം ഒന്ന് ആദ്യം മാറ്റണം, നിങ്ങളെ സംശയരോഗം, അതാണ് ഫസ്റ്റ് വേണ്ടത്. എന്നാൽ പിറ്റേ ദിവസം ഉമ്മയുടെ കൂടെ തന്നെ അവൾ അടുക്കളയിലിരുന്നു. ഉമ്മ നല്ല ചൂടുള്ള ദോശയിടുമ്പോൾ അവൾ അത് ചൂടോട് കൂടി ചുരുട്ടി കഴിക്കും. ഉമ്മ എന്ത് രസമല്ലേ ചൂടോട് കൂടി ചട്ടിയിൽ നിന്ന് ഇങ്ങനെ കഴിക്കുമ്പോൾ. മോളെ, എൻ്റെ മോളവിടെ? ഉമ്മ മാവ് കലക്കി തരും, ഞാൻ ചുടും, അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഏതായാലും മോളെ അതൊക്കെ പഠിക്കണമല്ലോ. എന്തായാലും എൻ്റെ കുട്ടിക്ക് കുറേ പണി ഉണ്ടാവും അവിടെ. ഇല്ല ഉമ്മ, എൻ്റെ ഉമ്മയൊക്കെ സഹായിക്കും. അല്ല നിൻ്റെ നാത്തൂൻ താത്തയോ? അവരിടക്ക് വരും. അവർ വേഗം വേഗം വരും, രാവിലെ വരും, വൈകുന്നേരം പോകും, അങ്ങനെയൊക്കെയാണ് ചെയ്യൽ. എങ്ങനെയുണ്ടടി, അവർ കുഴപ്പമൊന്നുമില്ലല്ലോ? ഉമ്മ, നാത്തൂൻ താത്ത കുറച്ചൊരു പെശകാണ്, അങ്ങനെ പറഞ്ഞുകൊണ്ടെടുക്കും, ഓരോന്ന് എടുപ്പിക്കും, അങ്ങനെ ചെയ്യും. പക്ഷെ ഉമ്മ പാവാണ്, ഉമ്മക്ക് നല്ല സ്വഭാവമാണ്. മോളെ, ഉമ്മയുടെ നാത്തൂൻ്റെയൊക്കെ കാലം അത് കുറച്ച് കാലം. പക്ഷെ നിൻ്റെ ഭർത്താവോ? അതെങ്ങനെ? ആ ചോദ്യത്തിന് മുമ്പിൽ അവൾക്ക് ഉത്തരമില്ലായിരുന്നു. അവൾക്ക് എന്ത് പറയണമെന്നായിപ്പോയി. റബ്ബേ, ഉമ്മയോട് ഒരിക്കലും കളവ് പറയാൻ പാടില്ലല്ലോ. അവൾ ഒരു നിമിഷം ഉമ്മയുടെ മുഖത്തേക്ക് ദയനീയമായി നോക്കി. എന്താ മോളെ നീ ഒന്നും മിണ്ടാത്തത്? നിൻ്റെ ഭർത്താവ് എങ്ങനെയെന്ന്? കാരണം ഉമ്മയും നാത്തൂനും എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ കൂടെ കുറച്ച് കാലത്തെ ജീവിതമായിരിക്കും. പക്ഷേ ഭർത്താവിൻ്റെ കൂടെയല്ലേ നമ്മൾ ജീവിക്കേണ്ടത്. ഇനി പെങ്ങന്മാരും ഉമ്മമാരും എത്ര കടുപ്പം കാട്ടില്ല, നമ്മൾ ആണുങ്ങൾ നന്നായി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. ആണുങ്ങൾ നന്നാകണം, അതിനു വേണ്ടി ദ്വാരക്കാണ് ഞാൻ ചെയ്യുന്നത്. ആണുങ്ങൾ നന്നായി എൻ്റെ കുട്ടിയുടെ ജീവിതം നന്നാവും. അല്ലാതെ വേറെ ഓരോരുത്തൊന്നും കുഴപ്പമുണ്ട്, അത് കുറച്ച് കാലമേ ഉണ്ടാവുള്ളൂ. മോളെ, എന്താ അവൻ്റെ വർത്താനം? അവൻ എങ്ങനെ ആള്? എനിക്കണേ അവനെ ശരിക്കും കണ്ട് വർത്താനം കൂടി പറഞ്ഞിട്ടില്ല. അത് ഞാൻ അവിടെ ആളെങ്ങനെ? ഉമ്മ, അത് ഒരു നിമിഷം അവൾക്ക് എന്ത് പറയണമെന്നായിപ്പോയി. ഉമ്മ ചോദിച്ചു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോളെ? ഓന് കുഴപ്പമൊന്നുമില്ലല്ലോ? അവൾ ഒരു നിമിഷം മൗനം പാലിച്ചു. എന്തായിരിക്കും അവൾ പറയാൻ നിൽക്കുന്നത്? എന്തെങ്കിലും പറയുമോ അവനെക്കുറിച്ച്? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.